പാരമീൻ പെരട്ടാണ്. പാരമീനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഹലോ, അപ്പോൾ ഇന്ന് ഒരു മീൻ പെരട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല പാരമീനാണ്, നല്ല ഫ്രഷ് പാരമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഇത് വെച്ച് ഒരു മീൻ പെരട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള മാംസം ഉള്ള മീൻ എടുക്കുന്നതാണ് മീൻ പെരട്ടിന് ഏറ്റവും അനുയോജ്യം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇതിനെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ മസാലകളെല്ലാം പിടിച്ചു വരട്ടെ. ഇതിനെ നമുക്ക് ഒരു 20 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മീൻ പെരട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചെറിയുള്ളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയും എടുത്തിട്ടുണ്ട്, ഉപ്പും ആവശ്യമാണ്. ഇത് നമുക്ക് മീൻ ആദ്യം ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് വറുത്ത് കിട്ടണം. ഇത് മുളക് വറുത്ത് എടുത്തിട്ടുണ്ട്. വറുക്കാം. ചെറിയ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഉള്ളി വറുക്കാനായിട്ട്. ഉള്ളിയും ഇവിടെ വറുത്തെടുത്തു. 10 മിനിറ്റോളം ആയി ഏകദേശം. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ്. ചൂട് ആറി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ അരച്ചെടുക്കണം. ഒരു കഷ്ണം പുളിയും ചേർത്ത് ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതാണ് നമ്മുടെ അരപ്പ്. മിനിറ്റ് കഴിഞ്ഞു. മീനിൽ നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായി വരുമ്പോഴത്തേന് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇത് വറുത്തതിന് ശേഷം ബാക്കി നമുക്ക് വറുത്തെടുക്കാം. ഒരു വശം മൂത്ത് വരുമ്പോൾ നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം. മീൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ആയി വരട്ടെ. എല്ലാ മീനും വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചേർത്ത് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇവിടെ മൂത്ത് വരുന്നു. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം ചേർത്ത് ഏകദേശം 1 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം അടച്ച് വയ്ക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളാണ്. പാരമീൻ പെരട്ടാണ്. പാരമീനാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.